നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കുത്താമ്പുള്ളിയിലാണ്. ആരുടെ കൂടെയാണ്? ഗോവർദ്ധനാണ്. ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമാണ് നമ്മുടെ ഗോവർദ്ധന്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്രാവശ്യം 2026 പുതിയ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷനാണ്. അതെ അതെ, ഇത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെയും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പുതിയ കളക്ഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് എത്രയാണ് റേറ്റ് വരുന്നത്? ഇത് 875 ആണ്. നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് വരുമ്പോൾ വെറും 750 ഉള്ളൂ. 750 ഉള്ളൂ. അതായത് ഇതുമാരത്തെ സോഫ്റ്റ് സിൽക്ക് സാരി, സോഫ്റ്റ് സിൽക്ക് അല്ലേ? സോഫ്റ്റ് സിൽക്ക് ആണ്, കുബേരയുടെ 2D. ഓക്കെ, അപ്പൊ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് 750 അല്ലെ. 750-നാണ് ഈ കാണുന്ന സാരികൾ മുഴുവനും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. 750 രൂപയുള്ളൂ. 2026 പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഏറ്റവും ഡിമാൻഡ് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് യെല്ലോ വിത്ത് ഗ്രീൻ എന്ന് പറയുന്നത്. മാമ്പഴ മഞ്ഞയും അതുമാതിരി തന്നെ ബോട്ടിൽ ഗ്രീൻ കളറും കേട്ടോ. അതിന്റെ കുറെ ഉണ്ട് അല്ലെ, അതിന്റെ മോഡൽസ് ഒക്കെ ഇപ്രാവശ്യം ആന്റിക്കും കോപ്പറും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. വെഡിങ്ങിനും ഫംഗ്ഷനും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. അതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കളക്ഷൻസിലേക്ക് ഒന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഓരോരോ കളേഴ്സ് ആയിട്ട് നമുക്കൊന്ന് കാണാം അല്ലെ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പറയുന്നത് ഈ ഒരു സാരിയാണ്. ഒരു സാരി മാത്രം കംപ്ലീറ്റ്ലി. അതെ, നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന ഒരു സംഭവമാണ്. കസ്റ്റമേഴ്സിന് എപ്പോഴും വേണ്ടതാണ് ഒരു സാരിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിക്കണം എന്നുള്ളത് അവരുടെ ഒരു ഡിമാൻഡ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് കാണിക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്ന് തുടങ്ങാം. അപ്പൊ യെല്ലോ ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ. ഇത് സൈഡ് ബോർഡറും അതേപോലെ നമ്മള് നല്ല വീതിയിലാണല്ലോ വന്നിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇത്ര വീതി ഉള്ളതുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് 2 ടൈപ്സ് ആണ്. അത് വൺ സൈഡ് ഫുൾ ബോർഡർ നിർത്തുന്നത്, വൺ സൈഡ് ബോർഡർ ചില സാരീസിൽ 2 സൈഡും ബോർഡർ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനെ ഈ ഒരു സാരിയുടെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്. കോപ്പറിന്റെ ചെറിയാണ് വരുന്നത് അല്ലെ. ഇതില് കോപ്പർ ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തൊരു കളർ എന്ന് പറയുന്നത് മെറൂൺ വിത്ത് ഗ്രീൻ. ഇത് സൂപ്പർ ആണല്ലോ. ഇതൊരു ബ്രൈഡലിന്റെ ഒരു ബ്രൈഡൽ കളക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അതേ കളറിലാണ് വരണേ, കണ്ടോ? ആ ഒരു കളറിലാണ് ഇത് വരണേ. നല്ല മെറൂണും ഗ്രീനും ആണ് കേട്ടോ ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഇതിന് 1 സൈഡാണ് ബോർഡർ വരുന്നത്. ഇത് ഈ ബോർഡറിന്റെ 3 ഇഞ്ച് അല്ലേ? 3 ഇഞ്ച് ഇത് 5 ഇഞ്ച്. ഇതിന് 5 ഇഞ്ചാണ് വരുന്നത്. ഇത് നമുക്ക് താഴേക്ക് വരും, ഇത് മുകളിലേക്ക് വരും. ഓക്കെ. ഇതിന്റെ മുന്താണി വരുന്നതും ബോട്ടിൽ ഗ്രീനിൽ തന്നെയാണ്. നല്ല ബ്ലൗസ് വരുന്നതും അതേപോലെ ബ്രൊക്കേഡ് വർക്കാണ് ബ്ലൗസും വരുന്നത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. ഫുള്ളും അതേപോലെ കോൺട്രാസ്റ്റ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പൊ 750 രൂപ ഇതിന് വരുന്നുള്ളൂ. അതെ. ഓക്കെ, ഇനി അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ കളർ നോക്കിയാലോ. നല്ല ബ്ലൂ അല്ലേ? നല്ല ബ്ലൂ വിത്ത് വയലറ്റ്. ഇത് 2 സൈഡും ബോർഡർ വരുന്നതാണ്. ഓക്കെ, 2 സൈഡും ബോർഡർ ഉണ്ട്. ഒരു സൈഡ് വലിയ ബോർഡറും ഒരു സൈഡിൽ ചെറിയ 3 ഇഞ്ച് ബോർഡർ വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു പേസ്റ്റൽ കളറിലാണ് വരുന്നത്. ഇതിന്റെ ബോർഡർ ഫുള്ളും അല്ലേ? ബോർഡർ ഫുള്ളും പേസ്റ്റൽ ബ്ലൗസും ഈ ഒരു കളറിലാണ്. ബ്ലൗസും അതേ കളറിൽ തന്നെ. ഗോൾഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലേ? ഗോൾഡ് സെറിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ നല്ലോണം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ നല്ലൊരു പെൻസിലായിട്ടാണ് എല്ലാത്തിലും നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഗ്രീൻ. ഇതും ട്രെൻഡിങ് ആയ കളറാണ്. ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ ശരിക്കും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു മുന്താണിയുടെ അളവ് അവർ കുറച്ചിട്ടുണ്ട് അല്ലേ? മുന്താണി നമുക്ക് അധികം വേണ്ട, കാരണം എല്ലാം 1 ഫ്ലീറ്റ് ആണ് കൂടുതൽ ഇടണേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് സൈഡ് ബാക്കിലേക്ക് നിൽക്കുമ്പോൾ ഒരു ഫിനിഷിംഗ് കുറവുണ്ടാവും അല്ലെ. ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നല്ല കളർ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തൊരു കളറ് നമുക്ക് ഒരേ കളേഴ്സിൽ തന്നെ ഡിഫറെന്റ് നേരത്തെ കണ്ട മെറൂൺ ആൻഡ് ഗ്രീനിൽ തന്നെ ഡിഫറെന്റ് പാറ്റേൺസും വരുന്നുണ്ട്. ഇത് ട്രയാങ്കിൾ ഡിസൈൻസിൽ വരുന്ന ഇതിന്റെ ട്രയാങ്കിൾ ഡിസൈൻസ് ആണ് കേട്ടോ. മെറൂണിലും ഗ്രീനിലും വരുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഡാർക്ക് ബ്ലൂവും ഗ്രീനും. ഇതും എനിക്ക് തോന്നുന്നു ഒരു എവർഗ്രീൻ കളർ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ. 2 ആഴ്ച കൂടുമ്പോൾ പുതിയ കളർ കോമ്പിനേഷൻ വന്നുകൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് എത്ര കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോ?
ഇപ്പൊ നമുക്കിതില് 15 മേലെ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. അല്ല നിങ്ങൾക്ക് കളർ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് യൂണിഫോം ചെയ്തു തരാം, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ യൂണിഫോം സാരീസ് നമുക്ക് ഇതിൽ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ നടക്കണതിന്റെ കുറച്ച് മുമ്പ് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, നമുക്ക് എന്തായാലും ഒരു പ്രോഗ്രാം ഇപ്പൊ തിരുവാതിര കളിക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കുറച്ച് ടീമായിട്ട് നമ്മളിപ്പോ ഒരേ രീതിയിലല്ലേ സാരീസ് ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കുറച്ച് മുമ്പേ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. 20 ദിവസത്തേക്ക് സൂപ്പറായിട്ട് ചെയ്തു തരാൻ പറ്റും. എപ്പോഴും നമുക്ക് വരുന്ന കമന്റ്സിൽ എന്ന് പറയുന്നത് യൂണിഫോം സാരീസ് അവൈലബിൾ ആവണില്ല. അത് നിങ്ങൾ ഈ ലാസ്റ്റ് എത്തുമ്പോ വരുന്ന കാരണം കൊണ്ടാണ്. തുടക്കത്തിൽ 390 മുതലുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോ നമ്മള് സോഫ്റ്റ് സിൽക്ക് സാരീസ് ആണ് കാണിക്കണേ. ഇത് നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ. അതിന്റെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്രീമും അതുമാതിരി തന്നെ ഗ്രീനും കണ്ടു. അതിന്റെ തന്നെ വേറൊരു പാറ്റേണിൽ വരണതാണ് കേട്ടോ. ഇത് വേറൊരു ഡിസൈൻ, ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. സെയിം കളറൊക്കെ സെയിം തന്നെയാണ്. യെല്ലോ വിത്ത് ഗ്രീൻ കഴിഞ്ഞിട്ട് യെല്ലോ വിത്ത് പിങ്ക് അല്ലേ, റാണി പിങ്ക് എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, ശരിക്കും നിവർത്തി കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് രണ്ടും നേരത്തെ ഗ്രീനെ കാട്ടി ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് രണ്ടും നേരത്തെ ഡാർക്ക് ആണെങ്കിൽ ഇതും ഒരു ലൈറ്റ് ആയിട്ട് നല്ല രസമായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിന്റെ വർക്കിനും വ്യത്യാസമുണ്ട്. ഇതിന്റെ വർക്ക് നേരത്തെ കണ്ടതിന്റെ വർക്ക് പോലെയല്ല, വേറൊരു വ്യത്യാസമായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നേരത്തെ കണ്ടത് ഗ്രീൻ ബോഡി വിത്ത് മെറൂൺ പല്ലു ആണെങ്കിൽ ഇത് മെറൂൺ ബോഡി വിത്ത് ഗ്രീൻ പല്ലു വരും. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. ഇത് നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ്. ഇതിന്റെ ബ്ലൗസ് ഒക്കെ ഗ്രീനിൽ തന്നെയാണ്. സെയിം, എല്ലാത്തിന്റെയും പാറ്റേൺ വൈസ് സെയിം ആണ്. ഈ മുന്താണിയുടെ പോലെ ആയിരിക്കും അതിന്റെ ബ്ലൗസും. ഇത് നല്ല ഭംഗിയുള്ള സാരി ആട്ടാ. ഇനി കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ളത് ഇത് തോന്നുന്നുണ്ട് അല്ലേ. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിന്റെ വർക്കും നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ഈ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വരുമ്പോ ഇതിന്റെ വേറെ കോമ്പിനേഷൻ ആയിരിക്കും. കാരണം ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇതിന്റെ പുതിയ പുതിയ കോമ്പിനേഷൻ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സെയിം കോമ്പിനേഷൻ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് പെട്ടെന്ന് ഹൈലൈറ്റ് ഡിമാൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ. ഈ ഒരു സംഭവമാണ്. അത് നമുക്ക് ഓൺലൈൻ ഉണ്ട്, COD അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. അതുമാതിരി തന്നെ കുറെ പേരുടെ കംപ്ലൈന്റ്സ് ആണ്. നമുക്ക് ക്യാഷ് പേ ചെയ്യാൻ ഗൂഗിൾ പേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്ന കാരണം കൊണ്ട് നമ്മൾ COD അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ. ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്താൽ കാണാൻ പറ്റും നമുക്ക് അതിന്റെ ഡിസൈനുകളൊക്കെ. അതൊരു മാംഗോ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിന്റെ മുന്താണി കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതുമാതിരി തന്നെ കളർ ചേഞ്ചിൽ വരുന്ന ഒരു സംഭവമാണ് ഇതും. ഇതിന്റെയും ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഡിഫറെന്റ് പാറ്റേൺ ആണ് ഇത് വരുന്നത്. കളറിലും ചെറുതായിട്ടൊരു മാറ്റം ഉണ്ട് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സിന്റെ വ്യത്യാസം. അതെ അതെ. പിന്നെ നമുക്ക് പേസ്റ്റൽ കളേഴ്സ് നമ്മൾ പറഞ്ഞു. ഇത് ഗ്രീനും വയലറ്റും അല്ലേ. ഗ്രീനും ഡാർക്ക് ബ്ലൂ. ഇതും നല്ലൊരു കളർ തന്നെ അല്ലേ. ഇതാണ് ഇങ്ങനെ വരുന്ന നല്ല ഗ്രീൻ ആയത്. നമ്മൾ നേരത്തെ കണ്ട ഗ്രീനുകൾ പോലെയല്ല. ഒരു ഇലയുടെ പച്ചയായിട്ടുള്ളതാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഏറ്റവും അല്ലേ, ഇതും ഒരു ഗ്രീനിൽ പെട്ട തന്നെയാണ്. അതും പാറ്റേണിൽ വ്യത്യാസം. ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളേഴ്സ് ആണ്. ജസ്റ്റ് ഇത് ഇങ്ങോട്ട് വന്നല്ലേ, അത് അങ്ങോട്ട് വന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു വർക്ക്. ഇത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ്. ബ്ലൗസ് ഒക്കെ മാച്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. ഇത് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നവരും ഉണ്ട്. സ്കേർട്ട് ആൻഡ് ബ്ലൗസ്, അതായത് ധാവണി പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനും നല്ല. അപ്പൊ ഒരു 750 രൂപ, 875 ആണ്. നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരുമ്പോൾ 750 രൂപയ്ക്ക് കൊടുക്കാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കൊരു ധാവണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും അടിപൊളി തന്നെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ വല്ലാണ്ട് വെയിറ്റ് ഇല്ല. അതെ അതെ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ. അടിപൊളി സാരിയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ട്രെൻഡിങ് ആണ്. ഇക്കൊല്ലം ഇതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലോണം ട്രെൻഡിങ് ആവാൻ പോവുകയാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയ കളറുകൾ ഇനിയുണ്ട്, കുറെ കളറുകൾ കേട്ടോ നമുക്ക് തന്നെ. ഇതും ഒരു യെല്ലോ ഗ്രീനിൽ വരുന്നതാണ് അല്ലേ. യെല്ലോ ഗ്രീനിൽ ഡിഫറെന്റ് പാറ്റേൺ വരുന്നത്. ഇത് നമ്മൾ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഈ ഒരു കളർ ബ്ലൂ, റോയൽ ബ്ലൂ. ഇത് റോയൽ ബ്ലൂ വിത്ത് ലീഫ് ഗ്രീൻ വരുന്നത്. അത് നിവർത്തുമ്പോഴാണ് ശരിക്കും അതിന്റെ ഭംഗി അറിയുന്നത്.
സൂപ്പർ അല്ലേ? ഇതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, നമ്മുടെ ഷോപ്പ് പേര് വരുന്നത് എ രാമസ്വാമി ആൻഡ് സൺസ് എന്നാണ് കേട്ടോ. കുത്താമ്പുള്ളി സൊസൈറ്റിയുടെ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം അല്ലെ? നമുക്ക് ഈ ഒരു സിൽക്ക് സാരിയുടെ, സോഫ്റ്റ് സിൽക്ക് സാരിയുടെ ഈ ഒരു സെക്ഷൻ അടിപൊളി സെക്ഷൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറെ സാരികൾ നമ്മളിപ്പോ കണ്ടു. ഇനി നമ്മൾ എല്ലാ വീഡിയോസിലും കുറെ വെറൈറ്റീസ് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അടുത്തത് നമുക്ക് വേറൊരു സെക്ഷനിലേക്ക് കാണാം അല്ലേ?